ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലിക്വിഡ് ഡോ വെച്ചിട്ട് വെറും 10 മിനിറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പിസ്സയുടെ റെസിപ്പിയാണ്. അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് പിസ്സ ഡോ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് വേണ്ടത് മൈദയാണ്. 240 ml കപ്പിന് 1 കപ്പ് മൈദയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാമിലാണ് ഒരു 170-180 ഗ്രാം ഉണ്ടാകും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. ഇനി ബേക്കിംഗ് പൗഡർ അല്ല എങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ അളവ് നമുക്ക് പകുതി മതി, അതായത് 1/2 ടീസ്പൂൺ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഇപ്പം ഞാൻ നേരത്തെ മൈദ എടുത്ത അതേ കപ്പിന് തന്നെ 1 കപ്പ് അളവിലാണ് തൈര് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ വരുന്ന അതേ ഒരു കൺസിസ്റ്റൻസിൽ വേണം എത്താനായിട്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന തൈര് നല്ല കട്ടയായിട്ടുള്ളൊരു തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പുളിയും ഒത്തിരി ഇല്ല, ആ രീതിയിലാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി മാവ് കുഴയ്ക്കുന്ന വെള്ളമൊന്നും യൂസ് ചെയ്യുന്നതിന് തൈര് തന്നെയാണ് മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത്രോ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ചും കൂടി തൈരിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി റീച്ച് ചെയ്യുന്ന അത്രോ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഏകദേശം 1.5 കപ്പ് തൈര് എടുത്തായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ബാറ്റർ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. ഇപ്പോൾ അതുപോലെ ഒരു കേക്കിൻ്റെയൊക്കെ ആ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ എത്തിയെടുത്തിരിക്കുന്നത്. അത്രയും തന്നെയാണ് നമ്മൾ അളവ്. അതുപോലെ കൊണ്ട് ഒഴുകുന്നൊരു ഫ്ലോയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ ഓവനിലൊന്നും അല്ല ബേക്ക് ചെയ്യുന്നത്, നമ്മൾ അടുപ്പത്ത് തന്നെ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു പഴയ ചീനിച്ചട്ടി ആദ്യം എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ് പാനാണെങ്കിൽ നമുക്ക് ഒരെണ്ണം തന്നെ വെച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്രയും കട്ടിയില്ലാത്തത് കൊണ്ട് ഇനി വളരെ സ്ലോയിൽ വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിപ്പം 2 എണ്ണം വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ താഴത്തെ ചീനിച്ചട്ടി ഏകദേശം ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് നേരം ആയിരുന്നേ. നമ്മൾ 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ മുകളിലത്ത് നമ്മൾ ചെറിയ തീ വെച്ചിരിക്കുവാണ്. നമുക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പുറമൊക്കെ നല്ലപോലെ ഡ്രൈ ആകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ പുറമൊക്കെ ഡ്രൈ ആയി കണ്ടോ, സൈഡെല്ലാം നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മതി. ഫസ്റ്റ് സൈഡ് നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കണ്ടോ, ഇതുപോലെ നമുക്ക് താഴത്തെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറ്റിയായിരുന്നു കേട്ടോ, എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സെൻറ്ററിൽ തീ കുറവും സൈഡിൽ തീ കൂടുതലുമാണ്. അപ്പോൾ എൻ്റെ സെൻറ്റർ റെഡിയായി വരാൻ കുറച്ച് സമയം എടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇച്ചിരി ഒന്ന് പൊക്കത്തിലിങ്ങനെ കുറച്ചൊന്നിങ്ങനെ വന്നായിരുന്നു. വേവിൽ നടുക്കത്തെ വേഗം കുറച്ച് സമയം കൂടുതലെടുത്തായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി പോകാതിരിക്കാനായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് കുത്തൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു. അത് ഞാൻ പിന്നീടാണ് ഓർത്തത്. അപ്പോൾ ലേറ്റായി പോയായിരുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. തീ എല്ലായിടത്തും ഈവനായിട്ടുള്ള സ്റ്റൗവിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പം ഇപ്പം എൻ്റെ സെൻറ്ററിൽ തീ കുറവും സൈഡിൽ തീ ആയിരുന്നത് കൊണ്ടാണ് ആദ്യം സൈഡൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഇതായി സെൻറ്റർ വരാൻ സമയം എടുത്തായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഇതുപോലെ നല്ലൊരു പിസ്സ ബേസ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പോലെ നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വെന്ത സൈഡ് നമ്മൾ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ മോള് കണ്ടോ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ സെൻറ്ററിൽ ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു, തീ കുറവായിരുന്നെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ആ സെൻറ്റർ കണ്ടോ ഇച്ചിരി ഒന്ന് കളർ വ്യത്യാസമുണ്ട്. സൈഡിലോട്ടൊക്കെ നല്ലപോലെ കറക്റ്റ് കളറായി വന്നിട്ടുണ്ട്. സെൻറ്ററിൽ മാത്രം കുറച്ചൊരു കളർ കുറവാണ്. അപ്പോൾ അതാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അതിനകത്തോട്ട് പിസ്സ സോസ് എടുത്ത് വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് മേടിച്ച സോസാണ് തേക്കുന്നത്. ഇനി അല്ല ഹോം മെയ്ഡ് പിസ്സ സോസ് നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇടാം. വേണമെന്നുള്ളതെങ്കിൽ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ലപോലെ പിസ്സ സോസൊക്കെ ഇതിനകത്തോട്ട് തേച്ച് കൊടുക്കണം. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുവാണ്.
പിന്നെ ഒരു കാര്യം, ഈ സമയത്ത് ഞാൻ തീ ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഈ സോസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് തീരുന്നത് വരെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യണ്ട. നമ്മൾ പിസ്സ സോസൊക്കെ നല്ലപോലെ എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചീസാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ചീസ് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിള്ളേർക്കൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി ചീസ് നന്നായിട്ട് ഇടുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള പോലെ ചീസിൻ്റെ അളവ് നോക്കുക. ഇപ്പോൾ ഞാൻ മോസറോള ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏത് ചീസ്, ഇപ്പം ബ്രിട്ടാനിയയുടെ അങ്ങനത്തെ ചീസ് കിട്ടുമല്ലോ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് വെക്കണം. വെജിറ്റബിൾസോ നോൺ വെജോ വെജോ ഏത് രീതിയിലും പിസ്സ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പം ബെൽ പെപ്പറും ഒനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിഷ്ടമുള്ള വേറെ ഇപ്പം ഉണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസോ കോണോ അതുപോലെ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം എല്ലാം ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറച്ച് ഒറിഗാനോയോ അല്ലെങ്കിൽ മിക്സഡ് ഹെർബോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒറിഗാനോ ആണ് ഇടുന്നത്. അത് കുറച്ചൊന്ന് ഒരു സ്പൂണൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പിസ്സയാണ്. പിന്നെ ഇപ്പം ഞാൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയൊരു ഇതെന്ന് പറയുക, നമ്മൾ മേടിക്കുന്നതിൻ്റെ അത്ര ഒരു എന്താ പറയുക, കുറച്ചൊരു ഇതുണ്ട്, കാരണം വാട്ടർ ആയിട്ടുള്ളതിൻ്റെ ഇതുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇത്ര പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടത് എനിക്ക് അറിയുന്ന ഒരു യൂട്യൂബിൽ ഉണ്ടാക്കിയത് കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഞാൻ തീയൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചീസൊക്കെ മെൽറ്റായി വരുന്നത് വരെ വേണം നമുക്കിത് വേവിക്കാനായിട്ട്. ചെറിയ തീയിൽ സിമ്മിൽ വെച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. എന്നാണ് നമുക്ക് താഴെ നിന്നൊക്കെ നല്ല പോലെ അത് വെന്ത് നല്ല താഴെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. ചീസൊക്കെ മെൽറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലെ വെക്കണം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ചീസൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പിസ്സ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എനിക്ക് തോന്നുന്നില്ല നിരാശപ്പെടുമെന്ന്. കുഴപ്പമില്ല, ഇതൊരു റെസിപ്പിയാണ്. പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ പിസ്സ ഒന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ ഈസി ആൻഡ് ക്വിക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.